ഹലോ, എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസത്തെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ? അപ്പോൾ അതിനിടെ ഷാമ്പുവും പേസ്റ്റും കാപ്പിപ്പൊടിയും നാരങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ലോണം ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ അതിലെ ചെളികളൊക്കെ പോകും കേട്ടോ. നല്ല സുന്ദര കുട്ടപ്പനാവും. പിന്നെ നമ്മൾ ചേച്ചിയമ്മേനൊന്ന് മുഖമൊക്കെ ഫ്രഷ് ആക്കി കൊണ്ട് വന്നിട്ട് ഒരു മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ലാക്ടോ കലാമിൻ്റെ വൈറ്റമിൻ സിറം ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് പറ്റുന്നില്ലല്ലോ, കാരണം ഓൾറെഡി ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ വൈറ്റമിൻ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഡ്രൈ ആവും കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്, നമ്മുടെ മുഖത്ത് ഭയങ്കര ഗ്ലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേച്ചിയമ്മയ്ക്കും ഞാനത് അപ്ലൈ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി കെടുത്തിട്ടാണ്. പിന്നെ നമ്മുടെ അടുത്ത കലാപരിപാടി മൈലാഞ്ചി ഇടണം. അപ്പോൾ മൈലാഞ്ചി ഇടാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി മൈലാഞ്ചി ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ മൈലാഞ്ചി ഇടുന്ന പോലെ തന്നെ ആ ഷീറ്റ് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിക്കാം. നമ്മുടെ ഓരോ കൈക്ക് അനുസരിച്ച് നോക്കി ഇത് തന്നെ മേടിക്കണുണ്ട്, അല്ലെങ്കിൽ ചെറുതായി പോകും, പിള്ളേർക്കുള്ള സൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഡിസൈനിൻ്റെ മേളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ മൈലാഞ്ചി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സാധാ മൈലാഞ്ചിയുടെ അതേ ടൈം തന്നെയാണ് ഇതിന് എടുക്കുന്നുള്ളൂ. ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മളത് ഷീറ്റ് പയ്യെ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ആ കറക്റ്റ് ഡിസൈനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതെ ഒരു കയ്യിൽ മാത്രമാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് അത് ഉണങ്ങി പറിച്ച് കഴിഞ്ഞപ്പോൾ അത്ര സുഖമായിട്ട് തോന്നിയില്ല. ബാക്കി കിങ്ങിനിക്കുട്ടിയാണ് ഇടുന്നത്. കിങ്ങിനി എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇടാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻഗേജ്മെൻറ്റിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് മേടിക്കാനുണ്ട്. അപ്പം ഞാനും ചേട്ടായും അമ്മയും കൂടെ കൂടിയിട്ട് അത് മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ.